MLA മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. അനുകൂലമായ ഒരു ഉത്തരവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് എന്നാണ്. പക്ഷെ അപ്പോഴും നിങ്ങളെല്ലാവരും ചോദിച്ചു, എന്നാലും അതുകൊണ്ട് കാര്യം നടന്നില്ലല്ലോ, റിജക്ട് ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അതിനുശേഷമാണ് ബഹുമാന്യ മന്ത്രി രാജീവിന്റെ മറുപടിയും മറുചോദ്യങ്ങളും ഒക്കെ വന്നത്. അപ്പൊ ഞാൻ ആ മറുചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം, ഈ എന്റെ ആരോപണം KREML കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ സമിതി ശുപാർശ ചെയ്യുകയും എന്നിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അത് റിജക്ട് ചെയ്തിട്ടും ഞാനത് കോടതി പോകാനാണെന്നുള്ള പറയുന്നത് എന്തൊരു അസംബന്ധമായ വാദമാണ്. സർക്കാരിനെ സംബന്ധിച്ച് റിജക്ട് ചെയ്യുകയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് ചെയ്തല്ലോ എന്ന് പറയും എന്നാണ് ഞാൻ ധരിച്ചത്. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാൻ സാധ്യതയുള്ളതെന്ന് എനിക്ക് തോന്നി. അപ്പൊ അത് വരാത്തപ്പോഴാണ് എനിക്കൊരു കൗതുകം ഉണ്ടായാൽ കൂടുതൽ കുറച്ചുകൂടി ഒന്ന് അപ്ഡേറ്റിംഗ് ഒക്കെ നടത്തി നോക്കിയത്. അപ്പോഴാണ് മനസ്സിലായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് KREMLന് ഭൂമി എക്സംഷൻ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത ആ അപേക്ഷ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി ചലഞ്ച് ചെയ്യപ്പെടുകയും കോടതി ചലഞ്ചിൽ കോടതി അത് റദ്ദ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കോടതി അത് റദ്ദ് ചെയ്യുകയും ചെയ്തതിന്റെ ജഡ്ജ്മെന്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അത് 2023 ഓഗസ്റ്റിന് കോടതി വളരെ സമ്മറി എന്ത് കേട്ട് ഞാനന്ന് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്നത് ജില്ലാ സമിതിയുടെ ശുപാർശയാണെന്നും അത് പരിഗണിക്കാതെയാണ് കേവലം ഒറ്റ വാചകത്തിൽ, അതായത് താലൂക്ക് ലാൻഡ് ബോർഡിൽ കേസ് പെൻഡിംഗ് നിൽക്കുന്നു എന്നുള്ള ഒറ്റവരി കാരണം പറഞ്ഞ് റിജക്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ്. അതിൻ്റെ അകത്തൊരു റെലവന്റ് പോർഷൻ വായിച്ചാൽ, according to petition as per 81(3) of the Act, the government is the authority to consider the application for exemption, and therefore the reason stated in Exhibit P15 that the matter is sub judice before the Taluk board cannot be sustained. The petitioner further submit that Exhibit P15 order has been passed without hearing them, and it is a cryptic and non-speaking order passed without considering provisions of 81(3) of the Act. It is also submitted that the government, while passing Exhibit P15, did not take into consideration Exhibit P12 to P14 reports. അതായത് ജില്ലാ സമിതിയുടെ ശുപാർശയും മറ്റനുബന്ധ രേഖകളും പരിഗണിക്കാതെയാണ് ചെയ്തതെന്ന്. എന്നിട്ട് കോടതി കണ്ടെത്തി a perusal of Exhibit P15 order would show that the only reason stated therein is the pendency of the matter before Taluk Land Board. It is also evident that Exhibit P12 to P14 reports have not been taken into consideration by the respondent while passing Exhibit P15. Exhibit P15 is a non-speaking order and the same is passed without any application of mind. Accordingly, Exhibit P15 is set aside and the respondent is directed to consider Exhibit P11 application afresh and pass orders after taking into account Exhibit P12 to P14 reports. The respondent shall also take into account Exhibit P17 supplementary report. അപ്പോൾ ഞാൻ പറഞ്ഞ സെയിം തിങ്, അതൊറ്റ വരിയിൽ റീസൺ കാണിക്കാതെ നോൺ സ്പീക്കിംഗ് ആയിട്ടുള്ളൊരു ഓർഡർ ആയതുകൊണ്ട് റവന്യൂ വകുപ്പ് തള്ളി ഇതിനെ ഹൈക്കോടതി ക്വാഷ് ചെയ്ത് വീണ്ടും പരിഗണിക്കാൻ പറഞ്ഞ് തിരിച്ചയക്കുകയുണ്ടായി. വീണ്ടും അതെ, ഞാൻ പറഞ്ഞില്ല, ഇത് കോടതി പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സിംഗിൾ ലൈൻ ഓർഡർ ആണ്, അത് നിൽക്കാൻ പോകുന്നില്ല. എന്റെ ആസ് എ ലോയർ ഞാൻ എപ്പോഴും കോഷ്യസ് ആയിട്ടാണ് പറഞ്ഞത്. ഞാനൊരു ലോയർ ആണെങ്കിൽ ഐ വിൽ അഡ്വൈസ് ദം ടു ചലഞ്ച് ദിസ് ഇൻ ദ കോർട്ട്. ഇറ്റ്സ് ഓൾ ലൈക്ലി ടു സക്സീഡ് എന്ന് പറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ സത്യത്തിൽ അത് വെച്ചിട്ട് റവന്യൂ വകുപ്പ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്, മിനിസ്റ്റർ രാജന് ഞാനൊരു കത്തും നൽകിയിരുന്നു. അതായത് ഈ കാര്യത്തിൽ ഗവൺമെന്റിന് സക്സസ്ഫുൾ ആകണം എന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ജില്ലാ സമിതിയുടെ ശുപാർശ അപ്സെറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അത് അസ്ഥിരപ്പെടുത്താതെ ഈ കാര്യത്തിൽ അനുകൂലമായ ഒരു വിധി കോടതിയിൽ നിന്നും കിട്ടാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ഞാൻ ബഹുമാനപ്പെട്ട രാജൻ മിനിസ്റ്റർക്ക് ഒരു ലെറ്ററും കൊടുത്തതിന് പിന്നാലെയാണ് ഞാൻ കൂടുതൽ അന്വേഷണത്തിൽ ഓൾറെഡി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇത് പോയെന്നും, എന്നാൽ രണ്ടാമത് വീണ്ടും പരിഗണിക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സമാനമായ ഒരു ഓർഡർ, അതായത് ഈ സപ്ലിമെന്ററി റിപ്പോർട്ട് കൺസിഡർ ചെയ്യാതെയാണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഒരു വീണ്ടും റവന്യൂ വകുപ്പ് 25/10/2023 സമാനമായ ഒരു റിജക്ഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോ ഹൈക്കോടതിയിൽ വീണ്ടും ചലഞ്ച് ചെയ്ത WPC 681/2024 എന്റെ കയ്യിലുള്ളത്. അപ്പോ ഇത് ഈ കമ്പനിക്ക് ഇത് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പൊ സ്വാഭാവികമായിട്ടും
നാളെ ഒരു സമയത്ത് ആളുകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിലോ സർക്കാരിന് പറയാൻ കഴിയും, ഞങ്ങൾ റിജക്ട് ചെയ്തതാണ്, ഞങ്ങൾ റിജക്ട് ചെയ്തിട്ട് കോടതിയാണ് സമ്മതിക്കാത്തത്, കോടതി ഒരു വട്ടം 2 വട്ടം ഞങ്ങൾ റിജക്ട് ചെയ്തിട്ടും കോടതി ക്വാഷ് ചെയ്ത് കളഞ്ഞു. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഒത്താശയോട് കൂടി ഈ കമ്പനിക്ക് അതിന്റെ എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ അകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആരോപണം, ഇപ്പം ഞാൻ മാത്യു കുഴൽനാടൻ പറയുമ്പോഴാണല്ലോ ഇത് രാഷ്ട്രീയ ആരോപണം ആവുന്നത്. ഞാൻ ഈ KREML കമ്പനിക്ക് വേണ്ടി അവർ തന്നെ കോടതിയിൽ സമർപ്പിച്ച ഒരു പെറ്റീഷനിൽ അവരുടെ ആർഗ്യുമെന്റ് ഞാൻ ഒരു പ്രധാനപ്പെട്ട 2 ഭാഗം മാത്രം ഞാൻ വായിക്കാം. Issued by the Secretary of the Party is produced here. Petitioner submitted a representation before the Honorable Chief Minister to review the decision taken by the respondent. True copy of the representation dated 5/7/2021 submitted before the Honorable Chief Minister of Government of Kerala is produced herewith and marked Exhibit P7. In response to the representation to the Chief Minister, the first respondent gave yet another reply to the petitioner that application cannot be considered as matter sub judice before the Taluk Land Board. True copy of the notice dated 30/9/2021 issued by the Secretary to the Revenue Department to the petitioner is produced herewith and marked as Exhibit P8. Thereafter, the petitioner preferred another representation submitted before Honorable Chief Minister, Government of Kerala. True copy of the representation dated 21/10/2021 submitted before the Honorable Chief Minister, Government of Kerala is produced herewith and marked as Exhibit P9. In response to the said representation, the Secretary to the Revenue Department issued another letter to the petitioner and informed that no fresh points has been raised by the company in its application, and if the company has any fresh projects proposal, the same should be placed before government through district level committee DLC chaired by the district collector. True copy of the reply given by the Secretary to the Revenue Department, Government of Kerala dated 25/11/2021 is produced here and marked as Exhibit P10. In pursuant to Exhibit P10, the petitioner submitted a detailed application along with the revised projects proposal to the district collector, who is the chairman of the district level committee, and the true copy of the application is produced herewith. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ക്രൂഷ്യലായിട്ടുള്ള അനന്തര കാര്യം പറയാം. Later, in due course, the Kerala State Industrial Development Corporation (KSIDC) recommended granting exemption. ഞാൻ പറഞ്ഞല്ല, recommended granting exemption. True copy of the letter is produced here and marked as Exhibit P12. Thereafter, the district level committee DLC meeting was convened on 15/6/2022, and the DLC decided to give a recommendation for granting exemption to the petitioner. True copy of the recommendation given by the district collector Alappuzha to State Land Board is produced herewith and marked Exhibit P13. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞ അതേ കാര്യം KREML കോടതിയിൽ ആവർത്തിച്ചിരിക്കുകയാണ്. അതായത് റവന്യൂ വകുപ്പ് തള്ളിയതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തുവെന്നും ആ നിവേദനം പരിഗണിച്ച് വീണ്ടും റവന്യൂ വകുപ്പ് തള്ളിയെന്നും വീണ്ടും തള്ളിയിട്ടും വീണ്ടും മറ്റൊരു നിവേദനം മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുക്കുകയും ആ നിവേദനത്തിന്റെ ഫലമായി പുതിയ പ്രപ്പോസലോ പുതിയ പ്രോജക്റ്റോ റിവൈസ്ഡ് പ്രപ്പോസലോ ഉണ്ടെങ്കിൽ അത് ജില്ലാ സമിതിയിൽ സമർപ്പിക്കാൻ പറഞ്ഞുവെന്നും അപ്രകാരം ഞങ്ങൾ സമർപ്പിച്ചുവെന്നും അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം KSIDC വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഞങ്ങളുടെ ശുപാർശ ഞങ്ങൾക്ക് ഇളവ് അനുവദിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു എന്ന് അവർ പറയുന്നു. ലേറ്റർ ഇൻ ഡ്യൂ കോഴ്സ് KSIDC റെക്കമെൻഡഡ് ഗ്രാൻഡിംഗ് എക്സംഷൻ. അപ്പോൾ ഇതിന് പിന്നാലെ ജില്ലാ സമിതി ഞങ്ങൾക്ക് ഇളവ് അനുവദിച്ചുള്ള ശുപാർശ തന്നുവെന്നും ഞാൻ പറയുന്നതല്ല, ഈ ഇതിനു മുമ്പുള്ള പെറ്റീഷനിൽ KREML പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതിനോടുള്ള പ്രതികരണം ചോദിച്ചപ്പോഴാണ് രാജീവ് മന്ത്രി കുട്ടികളെ അയക്കാം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഇദ്ദേഹം എന്തുകൊണ്ടാണ് മറ്റേ ഡിഫൻസ് എടുക്കാതിരുന്നത് എന്ന് ഞാൻ ആലോചിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇപ്പൊ ഇന്നത്തെ മനോരമയിൽ ഒരു വാർത്തയുണ്ട്. KSIDCയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. മനോരമ കൊടുത്ത വിവരാവകാശത്തിന് തെറ്റായ മറുപടിയാണ് KSIDC നൽകിയത്. അതിന് വിരുദ്ധമായ സബ്മിഷനാണ് ഹൈക്കോടതിയിൽ നടത്തിയതെന്ന്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയിട്ടുള്ള പല അന്വേഷണങ്ങളിലും ഗവേഷണങ്ങളിലും ഈ സമാനമായ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും സർക്കാർ വളരെ തെറ്റായതും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനും മറുപടികളും നൽകിക്കൊണ്ടിരിക്കുകയാണ്.
എന്തിനു വേണ്ടിയിട്ടാണ് ഇത്, ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. ഈ ചങ്ങാത്ത മുതലാളിത്തവും അതല്ലെങ്കിൽ തീവ്ര മുതലാളിത്തവും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വർഗ സിദ്ധാന്തത്തിന്റെ ഭാഗമായി വർഗവിമോചനത്തിനു വേണ്ടി രൂപം കൊടുത്ത നയങ്ങളും നിയമങ്ങളും അധികാരത്തിന്റെ ശ്രേണിയിൽ, ഉന്നതമായ ശ്രേണിയിലിരുന്ന് തീവ്ര മുതലാളിത്ത ബൂർഷ്വ ചിന്തകൾക്കും താല്പര്യങ്ങൾക്കുമായി ഭരണ പ്രക്രിയയെ ഉപയോഗിക്കുകയും തീവ്ര മുതലാളിത്തത്തിന്റെ ധനസമ്പാദന താല്പര്യങ്ങളെയും സ്വത്ത് സംരക്ഷണ താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്ന വിധത്തിൽ ഭരണാധികാര വർഗം നിയമത്തെയും നയങ്ങളെയും ദുരുപയോഗം ചെയ്യുന്ന വ്യവസ്ഥിതിയെ തീവ്ര മുതലാളിത്ത വ്യവസ്ഥിതി എന്നും, ഈ തരത്തിൽ മുതലാളിത്തത്തിനും ബൂർഷകൾക്കുമായി ഭരണ പ്രക്രിയയെ ഉപയോഗപ്പെടുത്തി അവരുടെ ധനസമ്പാദനവും അവരുടെ സ്വത്ത് സമ്പാദനവും വർദ്ധിപ്പിക്കുന്ന ഇടപെടലുകൾക്ക് ചങ്ങാത്ത മുതലാളിത്തമെന്നും പറയാം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് പറയണം, ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ വഹിച്ചിരുന്ന വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDC, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു മൈനിങ് കമ്പനിയായിട്ടുള്ള കരിമണൽ കമ്പനിക്ക് 51 ഏക്കർ സ്ഥലം അവരുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ എന്റെ കീഴിലുള്ള KSIDC അവരുടെ ഒരുപക്ഷെ ഇടതുപക്ഷം അതിന്റെ ഏറ്റവും വലിയ അഭിമാനത്തിന്റെ കൊടുമുടിയിൽ നിന്ന് പറയുന്ന ഇടതുപക്ഷം നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമങ്ങൾ, ആ ഭൂപരിഷ്കരണ നിയമങ്ങളിൽ നിന്നും അവരുടെ സ്വത്തിനെയും അവരുടെ ധനത്തെയും സമ്പാദനത്തെയും പുറത്തെടുക്കുന്നതിന് വേണ്ടി അവർക്ക് എക്സംഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ കീഴിലുള്ള വ്യവസായ വകുപ്പ് നൽകിയ ഉപദേശം അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ, ശുപാർശ, അത് ഈ ഗണത്തിൽ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെയും തീവ്ര മുതലാളിത്തത്തിന്റെയും സ്വാധീനത്തിന്റെ അല്ലെങ്കിൽ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഒരു എക്സാമ്പിളായി സഖാക്കൾക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ സഖാക്കന്മാർക്ക് ഈ ക്യൂബയും അമേരിക്കയും ബൾഗേറിയയും ഒക്കെ പറയുന്നതിനേക്കാളും നന്നായി മനസ്സിലാകും. അദ്ദേഹം സൈദ്ധാന്തികമായ ക്ലാസ്സൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട്, അത് നിയമസഭയിലും ഒക്കെ ഈ തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പരിമിതമായ ഒരു സജഷൻ അദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇത്രയും കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇല്ല. ഞാൻ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാജന് കത്ത് നൽകിയത്. ജില്ലാ സമിതി ശുപാർശ നിയമവിരുദ്ധവും അല്ലെങ്കിൽ അന്നത്തെ ഗൈഡ് ലൈൻസിന് വിരുദ്ധവുമാണ് എന്ന് കണ്ടെത്തി ആ ജില്ലാ സമിതിയുടെ ശുപാർശ റദ്ദ് ചെയ്യുകയും അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം ഏർപ്പെടുത്തുകയും അതിനെ സംബന്ധിച്ച് അതിലെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുകയാണ് റവന്യൂ വകുപ്പിന് ഈ കാര്യത്തിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യം എന്നതാണ് എന്റെ അഭിപ്രായം. ഇതിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് തരാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞ അതേപടി ഒരു വ്യത്യാസമില്ലാതെ ഞാൻ പറഞ്ഞതിനേക്കാളും ക്ലാരിറ്റിയോടും തീവ്രമായിട്ടും കേരള ഹൈക്കോടതിക്ക് മുമ്പിൽ CMRL കമ്പനിയുടെ സിസ്റ്റർ കൺസേണായ KREML നടത്തിയ സ്റ്റേറ്റ്മെന്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇപ്പോൾ വീണ്ടും അടുത്ത കേസ് പെൻഡിംഗ് ആയിരിക്കുന്നു. അതിലും അവർക്ക് അനുകൂലമായി ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ഈ ലാൻഡ് റിഫോംസ് ആക്ടിലെ എക്സംഷൻ 81(3)യുടെ ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്നത്, അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ജില്ലാ സമിതിയുടെ ശുപാർശയാണ്. ആ ശുപാർശ ഇപ്പോഴും ആ കമ്പനിക്ക് അനുകൂലമായി നിൽക്കുകയാണ്. ഇതിപ്പോ ഞാനിപ്പോ നിയമം പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടല്ലോ സർക്കാരിന് ഇത് മനസ്സിലാക്കാൻ. വളരെ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബഹുമാനായ രാജീവ് മന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിനൊക്കെയുള്ള നിയമ പാണ്ഡിത്യം അറിവും ഒക്കെ വെച്ചിട്ട് ഇത് മനസ്സിലാക്കാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ഞാൻ അന്ന് പറയുമ്പോൾ ഓണസ്റ്റായിട്ട് നിങ്ങളോട് പറയാണ്, ഇത് ഓൾറെഡി ചലഞ്ച് ചെയ്ത് പോയിന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം അവസാനമായി ചോദിച്ചപ്പോഴും വ്യവസായ വകുപ്പിൽ നിന്നും അവരുടെ അനുമതിക്കുള്ള ഇത് കൊടുത്തിട്ട് വേറെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള പോലെയാണ് നമുക്ക് റെസ്പോൺസ് കിട്ടിയത്. അതൊരു മിസ്ലീഡിംഗ് ആയിരുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഓൾറെഡി വളരെ നിസ്സാരമായി ഹൈക്കോടതി അത് ക്വാഷ് ചെയ്തു. ഇപ്പോൾ രണ്ടാമത് ഉണ്ടായിട്ടുള്ള റിജക്ഷനും സമാനമായ നിലയിൽ കോടതിക്ക് മുമ്പിൽ ചലഞ്ച് ചെയ്ത പെറ്റീഷനാണ് ഇത്.
നടത്തോളം കാലം KMRL കമ്പനിക്ക് 51 ഏക്കർ ഭൂമി പതിച്ചു നൽകിയ സംഭവത്തിൽ ഭൂമി നൽകണമെന്ന ജില്ലാ സമിതിയുടെ ശുപാർശ റവന്യൂ വകുപ്പ് തള്ളിയത് ഹൈക്കോടതി റദ്ദാക്കി. 2023 ഓഗസ്റ്റിലാണ് ഈ ഉത്തരവ് വന്നത്. എന്നാൽ കോടതിയെ പഴിചാരി രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമമെന്നാണ് മാത്യു കുഴൽനാടൻ MLA ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അധികാര കസേരയിൽ ഇരുന്നുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എക്സാമ്പിളാണ് ഇത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റു വാർത്തകളിലേക്ക്